സനിസ സനിസ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സനിസ അവിടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഏറ്റവും പുതിയ വിവരം എന്താണ് നൽകാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഈ ശ്രീകുട്ടിയുടെ അമ്മയടക്കം പറയുന്നുണ്ട് ഈ ചികിത്സയിൽ തൃപ്തരല്ല, കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്, 20-ലേറെ പരിക്കുണ്ട്, കുട്ടിയെ കാണുമ്പോൾ ആകെ അവർക്ക് പേടിയാകുന്നു, കുട്ടിയുടെ ശരീരം അടക്കം തണുത്ത് മരവിച്ച ഒരു അവസ്ഥയാണ്, വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞ് കഴിയുന്നത്, അടിയന്തരമായി മികച്ച ചികിത്സ വേണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. സനിസയ്ക്ക് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം എന്താണ് സനിസ? അത് ഇന്നലെ നമ്മളോട് റെയിൽവേ സെക്യൂരിറ്റി അധികൃതർ അടക്കം പ്രതികരിച്ചപ്പോൾ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, ഉടൻ തന്നെ അടിയന്തര സർജറിയുടെ ആവശ്യകത ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെയോടെ ആശുപത്രി അധികൃതരിൽ നിന്ന് തന്നെ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്ന ഒരു വിവരം ലഭിച്ചിരുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ അമ്മയുടെ ഒരു മൊഴി വന്നതോടുകൂടി, പ്രതികരണം വന്നതോടുകൂടി കുട്ടിയുടെ അവസ്ഥ അതിഗുരുതരമാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കുട്ടിയെ തൊടുമ്പോൾ തന്നെ തണുത്ത കാലുകളോടെയാണ് കുട്ടി ഉള്ളതെന്നടക്കം അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. തലയ്ക്ക് അതീവമായിട്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ അടക്കം കുട്ടിയുടേത് ഗുരുതരാവസ്ഥയല്ല എന്ന തരത്തിലേക്ക് പ്രതികരണങ്ങൾ മാറിയിരുന്നു. ഇന്നലെ രാത്രി അവസാനം അങ്ങനെയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടി തുടരുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ കുട്ടിക്ക് ചികിത്സ ശരിയായ രീതിയിൽ ലഭ്യമാകുന്നില്ല എന്നാണ് അമ്മയടക്കം പ്രതികരിച്ചിരുന്നത്. കൂടാതെ തന്നെ പക്ഷേ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ ഒരു തൃപ്തികരമായ രീതിയിലാണ് കുട്ടിയുടെ അവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്നാണ്. പക്ഷേ ഇതിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട്. കുട്ടിക്ക് വേണ്ട പോലെ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. അതിഗുരുതരമായ അവസ്ഥയാണ് കുട്ടിയുടേത് എന്ന് പറയുന്നു. എന്നാൽ വൈരുദ്ധ്യപരമായിട്ട് ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അടിയന്തര സർജറിയുടെ ആവശ്യമില്ല, മൈനറായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്ന് അടക്കം പറയുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ കുടുംബം കാണുമ്പോൾ മറ്റൊരു അവസ്ഥയാണ്, പട്ടിയെ പോലെ തന്റെ മകളെ അവിടെ കിടത്തിയെന്നാണ് അമ്മ അടക്കം പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു അപകടം, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച, അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നു എന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ അതിഗുരുതരമായ അവസ്ഥയെ ഇത്തരത്തിൽ ലഘുവായി കാണിക്കുകയാണോ എന്നൊരു സംശയത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും 4 മണിയോടുകൂടി കുട്ടിയുടെ ആരോഗ്യ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമെന്ന വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ഒരു വിവരം ഉണ്ടാകും, വസ്തുതപരമായ ഒരു വിവരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ കുടുംബം ഇത്തരത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രത്യേകിച്ച് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടി ആ ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയാണ്, അവൾക്ക് ശരീരത്തിൽ 20-ലേറെ മുറിവുകൾ പറ്റുന്നു. അപ്പോഴും ഈ പരിക്കിനെ പോലും നിസ്സാരവൽക്കരിക്കുകയാണ് ഇവിടെ ആശുപത്രിയും റെയിൽവേയും ചെയ്യുന്നത്. എന്ത് ലാഘവത്തോടെയാണ് അവർ ഇത് പറയുന്നത്? നോക്കൂ, ആ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം കേട്ടാൽ നമുക്കറിയാം, ഒരു അമ്മ കരഞ്ഞുകൊണ്ടാണ് തന്റെ മകളെ രക്ഷിക്കണമെന്ന് പറയുന്നത്. അത്രയും വൈകാരികമായിട്ടാണ് ആ അമ്മ പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു വീഴ്ച നമുക്ക് ഈ കാണാൻ കഴിയുമോ? കാരണം ഒരു മികച്ച ചികിത്സ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അമ്മ തന്നെ പറയുകയല്ലേ സനിസ? അതെ, അത്തരത്തിൽ ഇന്നലെ രാത്രി നമ്മൾ റെയിൽവേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കുട്ടിയുടെ പരിക്ക് അതീവ ഗുരുതരമല്ല, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ നമുക്ക് തന്ന പ്രതികരണം. പക്ഷേ ഇന്നിതാ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതിൽ തന്നെ നമുക്ക് സംശയിക്കാനുണ്ട്, ഈ അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് ഐൻഡിയിൽ നിന്ന് മെമു എക്സ്പ്രസിൽ കുട്ടിയെ അർക്കലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക്, മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് ജീവൻ രക്ഷാ സാമഗ്രികളുടെ സഹായത്തോടെയാണ് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ എത്തിക്കുന്നത്. ഉടൻ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ചികിത്സ പുരോഗമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇറങ്ങി വരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറയുന്നു, കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, അതീവ ഗുരുതരമല്ലാത്ത അവസ്ഥയാണ്, കുട്ടിയുടെ ചികിത്സ അടിയന്തരമായിട്ടുള്ള സർജറിയുടെ ആവശ്യകതയില്ല, ICUവിലേക്ക് മാറ്റും തുടങ്ങിയ വിവരങ്ങൾ പറയുന്നു. എന്നാൽ ഇന്ന് കുട്ടിയുടെ അമ്മയുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതീവ ഗുരുതരമായിട്ടാണ് കുട്ടിയുടെ അവസ്ഥ തുടരുന്നതെന്നും, കുട്ടിയെ തൊടുമ്പോൾ തന്നെ, കാലിൽ തൊടുമ്പോൾ, സ്പർശിക്കുമ്പോൾ തണുപ്പാണ്, മരവിച്ച അവസ്ഥയാണ്, ഒരു പട്ടിയെ പോലെയാണ് തന്റെ കുട്ടി അവിടെ കിടത്തിയിരിക്കുന്നത്, വേണ്ട ചികിത്സ തൃപ്തിയല്ല, ചികിത്സയുടെ കാര്യത്തിൽ വേണ്ട ചികിത്സ ലഭ്യമാക്കുന്നില്ലെന്നാണ് അമ്മ അടക്കം പറയുന്നത്. എന്നാൽ ഇതിന് വൈരുദ്ധ്യമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ ഈ റെയിൽവേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് 4 മണിക്കുള്ള മെഡിക്കൽ ബുള്ളറ്റിനോടെ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുമോ എന്ന് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. ഇതിലൊരു റെയിൽവേ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
യെസ് ഫാനിസ, ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആ മെഡിക്കൽ ബുള്ളറ്റിന് വേണ്ടി. എന്തായാലും ആ കുട്ടിക്ക് മികവുറ്റ ചികിത്സ കൊടുത്തേ പറ്റുകയുള്ളൂ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആ ചികിത്സയിൽ അതൃപ്തരാണ് ആ കുട്ടിയുടെ കുടുംബം എന്നാണ് ആ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണത്തിൽ പോലും നമുക്ക് വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.